ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى محمد سيدنا مولانا മുഹമ്മദ്. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ നമ്മുടെ ഈ പള്ളിയുടെ ഖത്തീബ് ഉസ്താദായ ഹാഫിദ് ഉസ്താദ് അവറുകൾ, അതുപോലെ ധാരാളം പണ്ഡിതന്മാർ, ഈ പള്ളിയുടെ ഖാദിമീങ്ങൾ, മറ്റുള്ള മഹത്തുക്കൾ, ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും ഈ ഇരുത്തവും ഈ പിരിയലുമൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. ഇതുപോലെയുള്ള ധാരാളം നല്ല നല്ല സദസ്സുകളിൽ, മജ്ലിസുകളിൽ ജീവിതത്തിൽ ഒരുമിച്ച് കൂടാനും ദുആ ചെയ്യാനും ഖുർആൻ ഓതാനും നല്ല അറിവുകൾ പഠിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 11 മണിക്ക് തുടങ്ങിയ സദസ്സാണ് നമ്മുടെ ഈ മജ്ലിസ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മഹാനായ തങ്ങളുടെ പേരിൽ ഖതമുകൾ ഓതിയിട്ടുണ്ട് എന്നറിഞ്ഞു വലിയ സന്തോഷമായി. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലത്ത് ഏത് രൂപത്തിലാണോ അതുപോലെ തന്നെയാണ് മരണത്തിൻ്റെ ശേഷവും. ജീവിതകാലത്ത് തങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും മദ്ഹ് പറയുന്നതിനേക്കാളും തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഖുർആൻ ഓതുക, ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ ഖതം ഓതിയത് വലിയ സന്തോഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഖതമോ എത്ര ദിക്റ് ചൊല്ലിയെങ്കിലും നമുക്ക് തങ്ങളോടുള്ള ആ കടപ്പാട്, ആ മഹബത്ത് കൂട്ടാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മളെ ഈ പള്ളി തന്നെ, അതിൻ്റെ പേര് തന്നെ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ പേരിലാണ് ഈ പള്ളിയും ഈ നാടുമൊക്കെ അറിയപ്പെടുന്നത്. ഫസൽ നഗർ, ഫസൽ ജുമാ മസ്ജിദ് എന്ന പേരിൽ, അവിടുത്തെ പേരിൽ തന്നെയാണ് നമ്മുടെ പള്ളിയും ഈ നാടുമൊക്കെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ തങ്ങളോട് ഏതെല്ലാം നിലക്ക് തങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ ഹയാത്ത് കാലത്തും അതിൻ്റെ ശേഷവും മരണത്തിൻ്റെ ശേഷവുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, ഒരുപാട് സദസ്സുകൾ, ഒരുപാട് മജ്ലിസുകൾ മഹാനായ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ഓരോ ദിവസവും നമുക്കറിയാം വലിയ വലിയ രൂപത്തിലുള്ള സദസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ നാട്ടുകാർ തന്നെ വിചാരിക്കാതെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സമാപനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴാണ് ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെ വലിയ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇങ്ങനെയും ഇത്രയും വലിയൊരു സദസ്സ് ഞങ്ങൾ തന്നെ വിചാരിച്ചിട്ടില്ല. ഞാൻ മരണത്തിൻ്റെ ശേഷം ഒരുപാട് ഇതുപോലെയുള്ള അനുസ്മരണ സദസ്സിൽ പോയി. മുമ്പൊക്കെ നമ്മൾ പോയ മഹല്ലുകൾ വരെ ഉണ്ട്. ആ മഹല്ലിൽപ്പെട്ട ഒരു മഹല്ലാണ് നമ്മുടെ പരിസരത്തുള്ള ഒരു മഹല്ല്. അവിടെ പോയി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകൾ, പള്ളി ഫുള്ളായി. ആ പള്ളിൻ്റെ അകത്ത് ആണും അതുപോലെ തന്നെ ചെറിയ മക്കളും പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം പോയ ആളാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവർ പറഞ്ഞ്, ഇതുപോലെ ഒരു സദസ്സ് ഇത്ര ഭംഗിയായ രൂപത്തിൽ ഞങ്ങൾക്ക് മുന്നേ കാണാൻ സാധിച്ചിട്ടില്ല. അത് സത്യമാണ്. ആ രൂപത്തിലാണ് മഹാൻ അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ച് അവൻ അതുമാത്രം ചിന്തിച്ച് ജീവിച്ചപ്പോൾ എല്ലാം അല്ലാഹു തആല നോക്കി. ഇന്ന് ഉസ്താദ് അവറുകൾ എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് തന്ന് ഞാൻ വലിയ അത്ഭുതപ്പെട്ടു പോയി. ഈ സദസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ 1000 അല്ല 1500 2000 തഹ്ലീൽ ചൊല്ലെങ്കിലും തങ്ങൾക്ക് മതിയാവല ചൊല്ലിയത്. പക്ഷേ നല്ലവരായ നാട്ടുകാർ പിന്നെയും അറിയിച്ചിട്ടുണ്ട്. ഒരു ഖത്തം ഞങ്ങളെ കുടുംബം ഓതിയിട്ടുണ്ട്, മക്കൾ ഓതിയിട്ടുണ്ട്, അങ്ങനെ പലരും ഓതിയിട്ടുണ്ട്. 29 ഖത്തം. അതിൻ്റെ പുറമെ പിന്നെയും 3, 1, 2 ഇങ്ങനെ പലരും പറഞ്ഞറിയിച്ച് അത്ര ഖത്തമുകൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഅ്മിനീങ്ങൾ, കുടുംബങ്ങൾ, ഉമ്മമാരൊക്കെ ഓതിയിട്ടുണ്ട്. അതുപോലെ 1285 യാസീൻ സൂറത്ത് ഓതിയിട്ടുണ്ട്. അതുപോലെ 59,683 ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ടുണ്ട്.
1000 14 ലക്ഷം 16 ലക്ഷം അല്ലേ 16,12,721 തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആരെല്ലാം ഇത് ചൊല്ലി, ആരെല്ലാം ഖതം ഓതാൻ കൂടി ജുസ് ഏറ്റെടുത്ത് ഓതി പറഞ്ഞ് ചൊല്ലിയ എല്ലാവർക്കും നീ വലിയ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാഹ്. വലിയ ബർക്കത്ത് നീ നൽകണേ അല്ലാഹ്. അവരുടെ മനസ്സുകളിലുള്ള ഉദ്ദേശങ്ങൾ എന്തെല്ലാം ഹലാലായതുണ്ടോ അതൊക്കെ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ, ഒറ്റ ഒരു ചിന്തയാണ് നമ്മളെ ഖൽബിൽ എപ്പോഴും വേണ്ടിയത്. എപ്പോഴും ഒറ്റ ഒരു ചിന്ത. എന്താണ് ആ ചിന്ത? നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ മഖ്ലൂഖീങ്ങളിൽപ്പെട്ട അടിമകളിൽപ്പെട്ട ആളുകളാണ്. അടിമകൾ അള്ളാഹുവിന് ഒരുപാടുണ്ട്. ഒരുപാട് അടിമകൾ അള്ളാഹുവിനുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു തആല മനുഷ്യന്മാരാക്കുകയും ആ മനുഷ്യ വിഭാഗത്തിൽ തന്നെ എത്രയോ ആളുകൾ, എത്രയോ ചിന്താഗതികളുള്ളവർ ആ കൂട്ടത്തിൽ ആ ചിന്തകളിലൊന്നും പെടാതെ പരിശുദ്ധമായ ഇസ്ലാമാകുന്ന അള്ളാഹുവിലുള്ള ആ വിശ്വാസം, അള്ളാഹു ആകുന്ന ആ ആരാധ്യൻ, അള്ളാഹു ആകുന്ന ആ ഇലാഹ് എന്ന് വിശ്വസിക്കുന്നവരിൽ മാത്രമല്ല, ആ കൂട്ടത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ല, ആ വിഭാഗത്തിൽ തന്നെ നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നാം നിലകൊള്ളുന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്താകുന്ന നേരത്തെ ഓർമ്മപ്പെടുത്തിയ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സുറൂഹുൽ അസീസ് മഹാനവറുകൾ കാണിച്ചു തന്ന ആ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് ഈ ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഒരു സംഘകുടുംബം. നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ, മുസ്ലിമായ ആളുകളെ കൂട്ടത്തിൽ നമ്മൾ പരിചയപ്പെടുന്നവർ, സംസാരിക്കുന്നവർ, അവരുടെ ഒക്കെ ചിന്താഗതികൾ ഓരോ തരത്തിലായിരിക്കും. ചില ആൾക്ക് പടച്ചറബ് ഉണ്ട് എന്ന ചിന്ത വരെ ഉണ്ടാവുകയില്ല. ഇനി അള്ളാഹു ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് തന്നെ ആ അള്ളാഹു നിശ്ചയിച്ചു വെച്ച പരിശുദ്ധമായ ദീനിന്റെ ബോധങ്ങൾ ഉണ്ടാകണമെന്നില്ല. ആ ബോധങ്ങളിൽ അല്പമെങ്കിലും ഉള്ളവർ വേണ്ടതുപോലെ പരിശുദ്ധമായ ദീന് പറഞ്ഞതുപോലെ ഉണ്ടാവണമെന്നില്ല. അതായത് നമ്മളെ വിശ്വാസം എന്താണ്? നമ്മൾ മഹാന്മാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഔലിയാക്കളെ പിരിസം വെക്കുന്നു, ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബം എന്നറിയപ്പെടുന്ന മഹാന്മാരായ അഹ്ലു ബൈത്തിനെ അവരെ നിറം നോക്കാതെ, അവരെ നീളം നോക്കാതെ, അവരെ വണ്ണം നോക്കാതെ, അവരെ വെളുപ്പ് നോക്കാതെ, അവരെ ഒന്നും നോക്കാതെ, അഹ്ലു ബൈത്ത് എന്നറിഞ്ഞാൽ സ്നേഹിക്കൽ തന്നെ, അഡ്രസ് നോക്കിയിട്ടല്ല. അത് എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ വിജയത്തിന് വേണ്ടിയിട്ട്. നമ്മളെ ഉസ്താദുമാർ നമ്മളോട് പഠിപ്പിച്ചത് ആ രൂപത്തിലാണ്, തങ്ങന്മാരെ ബഹുമാനിക്കുക അല്ലേ? പിന്നെ തങ്ങന്മാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറവുണ്ടെങ്കിൽ അത് വേറെ വിഷയം. തങ്ങന്മാർക്ക് ചിലപ്പോൾ ഏറ്റക്കുറവുണ്ടെങ്കിൽ ഒരു ജാഹിലായ മനുഷ്യന് കേട്ട് തങ്ങന്മാർ അത് ഏത് രൂപത്തിലായെങ്കിൽ ബഹുമാനിച്ചത് മതിയാവലേന്ന്. അയാളെ വിശ്വാസമുള്ള ആളല്ല, അയാളെ സംസാരത്തിൽ നമുക്ക് അറിയുന്നു, അയാളെ സംസാരത്തിൽ അറിയുന്നു തങ്ങന്മാരോട് അയാൾക്ക് എന്തില്ല, വിശ്വാസം ഇല്ല, പോട്ട്. പക്ഷെ അയാളെ പഴക്കെന്താണ്? തങ്ങന്മാരെ നമ്മ ബഹുമാനിച്ചത് മതിയാവലേ അല്ലേ? എന്തിനു ബഹുമാനിക്കുന്നേ? ഞാനൊരു തങ്ങളെ ബഹുമാനിക്കുന്നു, അല്ല നിങ്ങൾ ഒരു തങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ടെന്ത് ഉദ്ദേശം? രോഗം ശിഫയാവുന്ന അല്ല. ഞമ്മക്ക് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കുന്നേ? സ്വലാത്ത് കൊണ്ട് സ്നേഹിക്കാം, തങ്ങളെ മധു പറഞ്ഞിട്ട് സ്നേഹിക്കാം, തങ്ങളെ മധു പാടിയിട്ട് സ്നേഹിക്കാം. അതെല്ലാം മഹബത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാലും ആ കൂട്ടത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തിയത്, എൻ്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു. നമ്മളെ നോട്ടം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത്
നമ്മളെ ഖൽബിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഖുറത്ത് തങ്ങളെ സംബന്ധിച്ച് ഇവിടുന്ന് ഖസഖാഫി ഉസ്താദ് ഒരുപാട് വിഷയങ്ങൾ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഈ മഹല്ല് തന്നെ കണ്ടാൽ, ഇങ്ങനെയുള്ള 1-2 മഹല്ലിൽ അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ടു പോയപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നി. കുറച്ച് പൊരയുള്ള മഹല്ല്, വലിയ സാമ്പത്തികമായി കഴിവുള്ളവരൊന്നും അല്ല നാട്ടിലുള്ളത്. പക്ഷേ നാട്ടിലുള്ള ആ മഹല്ലിൻ്റെ പള്ളിയും മദ്രസയും പരിസരവും കാണുമ്പോൾ ചിലപ്പോൾ ഒരു 100 കൊല്ലം ചിലപ്പോൾ കഴിഞ്ഞാലും ചിലപ്പോൾ സാമ്പത്തികമായ ശേഷിയുള്ളവർക്ക് ആ രൂപത്തിൽ നടത്താൻ കഴിയണമെന്നില്ല. വലിയ അത്ഭുതമാണ്. 13 കൊല്ലമാണ് ഈ മഹല്ലിന് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസത്തേക്ക് തികയുന്നത്. മഹാനായ ഖുറത്ത് സാദാത്ത് തങ്ങളുടെ നേതൃത്വം 13 കൊല്ലം കൊണ്ട് അൽഹംദുലില്ലാ പള്ളിയും മദ്രസയും ഇതിൻ്റെ പരിസരങ്ങൾ ഭംഗിയായ രൂപത്തിൽ, ഇങ്ങനെയുള്ള ഒരുപാട് മഹല്ലുകൾ മഹാനായ തങ്ങളുടെ നോട്ടം കൊണ്ട്, അവിടുത്തെ പൊരുത്തം കൊണ്ട്, അവിടുത്തെ ദുആ കൊണ്ട് നാട്ടുകാർ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു. ഞങ്ങൾക്കൊരിക്കലും ഇതിന് സാധിക്കുകയില്ല. പക്ഷെ തങ്ങളെ ആ ഒരു ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവും ഇല്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാർ പറയും ചിലപ്പോൾ, ഞങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഈ പള്ളി കൊണ്ട് കണ്ടിട്ടുണ്ട്. തങ്ങളെ പേരിലുള്ള ഈ പള്ളി അള്ളാഹു ബർക്കത്ത് നിലനിർത്തുമാറാകട്ടെ. എൻ്റെ അടുത്ത് ഒരാൾ ബർക്കത്തിന് വേണ്ടിയിട്ട് മാത്രം, സമയം 1:15 അയാൾ നമ്മളെ സംഘടനയിലുള്ള ആളല്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ഖുറത്ത് തങ്ങളോട് മഹബത്തുമാണ്, ഒരു ഭയവുമാണ്. ബാക്കി ഉള്ള തങ്ങന്മാരോടൊന്നും അങ്ങനെ ഒരു ഭയം കാണുന്നില്ല, മഹബത്ത് കാണുന്നു. മനസ്സിലായ ഞാൻ പറയുന്നത്? മനസ്സിലാന്ന? ബാക്കിയുള്ള എല്ലാ തങ്ങന്മാരോടും മഹബത്തുണ്ട് അതുപോലെ. പക്ഷെ ഖുറത്തങ്ങളോട് ഒരു പ്രത്യേകമായ മഹബത്തും ഒരു ഭയം കൂടിയുണ്ട്. അപ്പം അയാൾ ഒരിക്കൽ എന്നോട് ഇങ്ങനെ സംസാരിക്കും, പറഞ്ഞു അയാളെ ഭാര്യൻ്റെ ജ്യേഷ്ഠത്യ അനുജത്യ, ആ സഹോദരിക്ക് വയറുവേദന ഉണ്ടായി. ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് വാങ്ങി പല കാര്യങ്ങളും നടത്തി. അവസാനം സ്കാനിങ്ങും മറ്റും നടത്തിയപ്പോൾ ഡോക്ടർമാർ ഭീകരമായ അവസ്ഥ കുടുംബത്തിനോട് പറഞ്ഞ്. എന്താണ് ഭീകരമായ അവസ്ഥ? ആ സഹോദരിയുടെ പള്ളന്റെ ഭാഗത്തുള്ള രോഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞ് അവളെ ജീവന് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താക്കണം? ഓപ്പറേഷൻ നടത്തണം. ആ സഹോദരിക്ക് ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ ഭർത്താവും ബന്ധപ്പെട്ട ആങ്ങളമാരും മറ്റുമൊക്കെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച്, അങ്ങനെ ഹോസ്പിറ്റലിലെ എല്ലാ ഒരുക്കങ്ങളും പെട്ടെന്നുള്ള തുർത്തായിട്ടുള്ള ഓപ്പറേഷനാണ്, എമർജൻസി ആയിട്ടുള്ള ഓപ്പറേഷനാണ്. വിളിക്കേണ്ട ഡോക്ടർമാരെ വിളിച്ച്, അതിൻ്റെ അസിസ്റ്റന്റ്മാരെ വിളിച്ച്, ബോധം കെടുത്തുന്ന ആളെ വിളിച്ച്, എന്തെല്ലാം ഒരു ഓപ്പറേഷൻ ചെയ്യണമെല്ലാം ചെയ്തിരുന്ന ഇടയിൽ വെച്ച് ആ കുടുംബത്തിൽപ്പെട്ട ആരോ മഹാനായ ഖുറത്ത് തങ്ങളിലേക്ക് ഫോൺ വിളിച്ച് വിഷയം പറയുന്നു. ഇങ്ങനെ സംഭവമാണ്. മാസങ്ങളായി വയറുവേദന ഗുരുതരമായ അവസ്ഥയിലെത്തി. ഡോക്ടർമാരെ കണ്ട് സ്കാനിങ് നടത്തി പറഞ്ഞു നിർബന്ധമായും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു എന്ന് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങളെവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്താക്കണോ, നിങ്ങൾ ഓപ്പറേഷൻ ആക്കണ്ട. ആരോട് ചെന്ന്? പൊരക്കാരോട് ചെന്ന്, നിങ്ങൾ ഓപ്പറേഷൻ ആക്കണ്ട, നിങ്ങൾ അവളെന്താക്കും, ഡിസ്ചാർജ് ആക്കിയിട്ട് പൊരക്ക് കൊണ്ടുവരണോ. സുബ്ഹാനല്ലാഹ്, എന്താവും അവസ്ഥ? ഡോക്ടർമാരെല്ലാം പേടിച്ചിട്ട് അവർ കൈവറച്ചോനുള്ള സമയം. കാരണം ഒരു ക്രിട്ടിക്കലായ ഒരവസ്ഥയിലുള്ള ഓപ്പറേഷനാണ്. അത് സക്സസ് ആവുമോ ഇല്ലയെന്ന് അങ്ങനെയല്ലേ, ഡോക്ടർമാർക്ക് പാതിയല്ലേ, അവർക്ക് തന്നെ അവരുടെ വിശ്വാസം കുറവല്ലേ അല്ലേ. അങ്ങനെ ഇത് ആരറിഞ്ഞ്? ഈ പെണ്ണിൻ്റെ ബാപ്പ, വയസ്സുള്ള ഒരു ബാപ്പ, ഈ അടുത്തിട്ട് ഒരു 2-3 ദിവസം മുമ്പ് ആ ബാപ്പ മരണപ്പെട്ടു പോയി. നല്ലൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യൻ അല്ലെങ്കിൽ മഹാന്മാരായ സാദാത്യങ്ങളോടും ശിഷ്യ താജുല്ലുലമ താജുശ്ശരി ഉസ്താദ്, അതുപോലെ മുത്തഅല്ലിമീങ്ങളോട് എല്ലാം വലിയ മഹബത്ത്. അയാളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ്, ആര് പറഞ്ഞ്? അത് തങ്ങൾ പറഞ്ഞ്. തങ്ങ പറഞ്ഞ്? ഖുറത്ത് തങ്ങ പറഞ്ഞ്. എന്ത് പറഞ്ഞിനെ? ഖുറത്തൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ ആക്കാൻ കഴിയല, ആശുപത്രിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാപ്പായാകുന്ന ആ തങ്ങന്മാരോട് വലിയ മഹബത്തുള്ള ആ മനുഷ്യൻ പറഞ്ഞ്, തങ്ങൾ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓപ്പറേഷൻ വേണ്ട, അവളെ പുരക്ക് കൂട്ടിക്കൊണ്ടുവരാം. പടപടക്കുന്ന ഗുരുതരമായ അവസ്ഥയിലുള്ള സഹോദരിയെ
കൂട്ടിക്കൊണ്ടുവരാൻ പറയുമ്പോൾ ഭർത്താവ്, ആങ്ങളമാർ, മറ്റുള്ളവരൊക്കെ അവരിങ്ങനെ കൈവർക്കാൻ തുടങ്ങി. ഇത് വലിയ ആഫത്തായിപ്പോയി. കൂടത്തങ്ങ പറഞ്ഞ ഒരു ആഫത്തിലാണ് ഓർ ഉള്ളത്. ഇപ്പം എന്താക്കുന്ന അറിയാണ്ട് ഇത് രണ്ടാമത്തെ ബാപ്പം തീർന്നേ കൊണ്ടുവരണം. നൂറ് ചൊല്ലി ഞങ്ങ ചെല്ലല. കാരണം ഡോക്ടർമാർ ചോദിക്കും നിങ്ങൾക്ക് എന്ത് പിരാന്ത് പിടിച്ചിനാന്ന് കേൾക്കും. ഞങ്ങൾ അഡ്മിറ്റ് ആക്കും ഞങ്ങൾക്ക് പിരാന്ത് കഴിഞ്ഞിട്ട്. കാരണം എന്തേ, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മരണപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, പ്രായമുള്ള ആള് ഇനി എന്ത് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും എൻ്റെ മോള്, ഞാൻ പോറ്റിയ ഞാൻ വളർത്തിയ മോള് എനക്ക് വേണ്ടെങ്കിൽ പിന്നെ ഇതിന് ഡോക്ടർമാർക്ക് അയാൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഡോക്ടറോട് ചെല്ലാം. അങ്ങനെ ഡോക്ടറിനോട് പോയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ് എന്ത്, എൻ്റെ മോളെന്താക്കണം, ഞങ്ങളെ കയ്യിലേക്ക് എന്നെ തരണോ. അയാൾ ചെല്ലി, എന്തുപ്പാപ്പ നിങ്ങൾ ചെല്ലുന്നേ, ഇങ്ങനെ അവസ്ഥയിലുള്ള നിങ്ങൾക്ക് ഒന്താവാഞ്ഞിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ആക്കിയെങ്കിൽ എന്നെ ധൈര്യമല്ല. അങ്ങനെ തോന്നുന്നു നിങ്ങൾ ഓപ്പറേഷൻ വേണ്ട, എല്ലാം ഒരുക്ക റെഡി, ഡോക്ടർമാർ റെഡി, എല്ലാം റെഡിയായി. അപ്പം അയാൾ ചെന്ന് എന്തോ റെഡിയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദി ഞാൻ, വേറെ ആരുമല്ല. കടലാസിലേക്ക് ഓടൊക്കെ ഒപ്പിടണ്ടേ, ഒപ്പിടാ. എല്ലാം ഒപ്പിട്ട് ചുരുക്കി പറഞ്ഞാൽ പുരക്ക് കൊണ്ടുവന്ന് സുബ്ഹാനല്ലാഹ് ഇയാൾ പറയുന്നേ, ഞങ്ങൾ ഓരോ മണിക്കൂർ ഇങ്ങനെ മുന്നേക്ക് പേടിച്ചിട്ട് എന്തേ അവളെ അവസ്ഥ ഇങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഡോക്ടർമാർ പറഞ്ഞതല്ലേ. അപ്പോൾ ധൈര്യമില്ല, അവളെ തിരിച്ചു കിട്ടും, മരിക്കും. സുബ്ഹാനല്ലാഹ് ഇന്നേക്ക് വർഷങ്ങളായി എൻ്റെ ഭാര്യൻ്റെ സഹോദരിക്ക് ഒരു പ്രയാസവും ഇല്ല, ഇന്നുമുണ്ട്. എന്നിട്ട് അയാൾ അവിടുന്ന് ഒരു തമാശ രൂപത്തിൽ പറയുന്നേ, എന്തോ ഒരു ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. എന്ത് ഫോൾട്ട്? അവൾക്കൊരു ഗ്യാസ്ട്രിക്കിന്റെ ഫോൾട്ട് ഉണ്ട്. എപ്പോ ഈ ഓപ്പറേഷന് വേണും ചെല്ലിയെന്ന് പിന്നെ അതിൽ നിന്ന് മുന്നുണ്ടായിട്ടില്ല. അതെന്തോ ഉണ്ടാവാൻ കാരണം, അത് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളെ നാവുന്ന് വന്ന് അവൾക്ക് ഓപ്പറേഷനും വേണ്ട, പിന്നെ മരിക്കുന്നതും അല്ല, എന്തോ അല്ല, അവൾക്ക് എന്തോ ഒരു ഗ്യാസ്ട്രിക്കിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് ചെല്ലിനി. ആര് തന്നെ? കൂറത്ത് തങ്ങ ചെല്ലിയത്. അതുവരെ ഇല്ലാത്ത ഗ്യാസ്ട്രിക് അതിന് പിന്നൊക്കെ തുടങ്ങി. ഇപ്പൊ ഗ്യാസ്ട്രിക്കിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇല്ല, നല്ല ആഫിയത്തിൽ അവ ഉള്ള. ഇത് ആര് നമ്മളോട് ചെല്ലിയ? ആ ചെല്ലിയ ആളിപ്പോഴും ഉണ്ട്, ചെല്ലിയ ആളിപ്പോഴും ഉണ്ട്. ആ ഉപ്പാപ്പ മരിച്ചിനി ഞാൻ ചെല്ലിയല്ലേ. അള്ളാഹു താല അവർക്ക് മൗഫറത്തും റഹ്മത്ത് നൽകുമോ. സഖാഫിക്ക് എന്തോ ഗൊന്തായ പോലെ കാണുന്നതാണ് അയാൾ വീട് കാണുമ്പോൾ കാര്യം. അയാളോട് ഞാൻ ചെല്ല വടനാട്, എനിക്ക് ബേം ഗൊന്താവും. പിന്നെ മൈക്കിൽ ഇപ്പോൾ ഈ ലൈവിൽ ഇപ്പോൾ ചെല്ലുന്നത് വേണ്ടെന്ന്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെല്ലാം അല്ലേ. ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അത്ഭുതമാവല്ല, എത്രയോ ഇതുപോലത്തെ അത്ഭുതം ഉണ്ടാവും. പക്ഷെ ഇത് അത്ഭുതം ആവാൻ കാരണം എന്ത്? ഞാൻ ഇപ്പം ചെല്ലില്ലേ, അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെല്ലില്ലേ, അയാൾ എല്ലാവരും തങ്ങന്മാർ മഹബത്ത് വെക്കും. പക്ഷെ ഒരു ഭയം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിപ്പോൾ എന്തായിരിക്കും ഇയാൾക്ക് ഇത്രയും തങ്ങളോട് ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടാവാൻ കാരണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അയാൾ ഇങ്ങനെ വിഷയം പറയുമ്പോൾ കണക്ക് മനസ്സിലായി. ഇത് അയാൾ പറഞ്ഞ് ഇത് ഞങ്ങൾ അനുഭവിച്ചതാണ്, ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ട്. ഇന്നും ഞങ്ങൾ എൻ്റെ ഭാര്യൻ്റെ സഹോദരി ഇപ്പോഴും നല്ല ആഫിയത്തിലായിട്ട് ഇപ്പോഴും ഉണ്ട്. ഡോക്ടർമാർ എന്തെല്ലോ പറഞ്ഞതാണ്, അതെല്ലാം ഉണ്ടായതായി ഈ ബാപ്പ, അതായത് പെണ്ണുങ്ങളെ ബാപ്പ അത്രക്കും ഒരു ഇത് ഞമ്മക്കുണ്ടാവേല. ഇപ്പം ഞാൻ ഇപ്പോൾ വിഷയം പറയുന്നതിനിടയിൽ ഒരു ഫോൺ വന്നു. ഇപ്പം ഇന്നാളിന്ന് പിന്നെ കോൾ വന്നുകൊണ്ടിട്ട് നമ്മളൊരു അടുത്തൊരു ചങ്ങായി കുറേ കൊല്ലായി മങ്ങലായിട്ട് കരിപ്പും ചായറ്റേയില്ല. പിന്നെ എല്ലാ മജ്‌ലിസും ജാവക്കല്ല് ബാബൻ്റെ അടുത്തേക്ക് പോകും, നമ്മളെ ജലാലിയക്കല്ല് വരും. അങ്ങനെ നീയത്താക്കിയിട്ട് അൽഹംദുലില്ലാ കരിപ്പൂർ ചായ. അതിൻ്റെ ശേഷം കുറേ ബേജാറിലെല്ലാം ഉണ്ടായി. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ് പ്രസവിക്കാൻ സമയം, ഡോക്ടർമാരെല്ലാം കുറേത് പറയുന്നു നോക്കാൻ പിടിക്കാം. ഞാൻ അതിൻ്റെ തവക്കൽത്തുവല്ല കൂറത്തങ്ങ നമുക്ക് എന്ത് ധൈര്യം തന്നിനെ, ബദരീങ്ങളെ ധൈര്യം തന്നെ. നീ അതുമാത്രം കരുതിയാൽ മതി, കൂറത്തങ്ങളെ കരുതിയാൽ മതി. തങ്ങൾ ആ ഒരു പേര് കരുതിയിട്ട് ബദരീങ്ങളെ നീ എന്താക്ക്, നീയത്താക്ക്. ജലാലിയൻ്റെ പേരിലും എല്ലാത്തിൻ്റെ പേരിലും ഇൻഷാ അല്ലാഹ് നേർച്ചയാക്ക്, നീ ഇൻഷാ അല്ലാഹ് ഓതും. അപ്പോൾ ഈ സുബൈക്കും വിളിച്ച്, ഇന്നലെ ജാവും വിളിച്ച്, സുബൈക്കും വിളിച്ച്, ഇപ്പം വിളിച്ച് അൽഹംദുലില്ലാ ഇപ്പം ചൊല്ലി പ്രസവിച്ച് പെണ്ണ് കിടാവും നോർമലായിട്ട് പ്രസവിച്ചു. അൽഹംദുലില്ലാ നോർമലായിട്ട് പ്രസവിക്കുക സന്തോഷം. എന്തേ എത്രയോ ബുദ്ധിമുട്ടാണ്, പ്രസവിക്കുന്ന വിഷയമല്ല, ഓപ്പറേഷനാക്കാം അല്ലേ, പ്രശ്നമല്ല. പക്ഷെ അത് പിന്നൊക്കെ എന്താണ് ബുദ്ധിമുട്ടാണ്, പിന്നെ ഒരു പ്രസവത്തിന് സമയത്ത് ബുദ്ധിമുട്ടാണ്. അള്ളാഹു ആ കിടാവിന് ഉമ്മക്കെല്ലാം നല്ല ആഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല മാറ്റി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ സദസ്സിൽ ധാരാളം ഖത്മുകൾ ഓതി, തഹ്ലീൽ ചൊല്ലി, ദിക്ർ ചൊല്ലി എല്ലാം ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ സമയവും അതിക്രമിച്ചതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബർക്കത്തിന് വേണ്ടിയിട്ട് ഒരു 100 തഹ്ലീൽ നമുക്ക് ഈ സദസ്സിൽ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങളുടെ പേരിലുള്ള ദുആ നമുക്ക് ഇൻഷാ അല്ലാഹ് നടത്തണം. ഇൻഷാ അല്ലാഹ് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്
إلا الله لا إله 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 لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله لا إله إلا الله 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 لا إله إلا لا إله إلا الله لا إله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إلا الله لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله 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 لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله لا إله إلا الله 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 لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله 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 لا إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إلا الله لا إله 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 إلا لا إله إلا الله. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാണ്. ബഹുമാനപ്പെട്ട സയ്യിദുകൾ എല്ലാവരും കൈ മുസഹാഫത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. നമ്മുടെ പള്ളിഞ്ഞാക്കാൻ്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 313 സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് ദുആക്കുമ്പോൾ തങ്ങളൊന്ന് കൈ മുസഹാഫത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് സദക്ക ഉണ്ടെങ്കിലും സദക്ക ഇല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് പരസ്പരം എന്താക്കും മുസാഫത്ത് ചെയ്തിട്ട് ദ്വാരക്ക. അതിൻ്റെ ഇടയിൽ ഫാത്തിഹ ഇഖ്ലാസ് മഅബിദത്തൈൻ ഓതാ. അൽ ഫാത്തിഹ. ഫസൽ മീഡിയൻ്റെ അയാളെ മോളാണ് ഇത്തരം സംഖ്യ അവരെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാക്കിയത്. അതുപോലെ ഈ മഹലിൽ നിന്ന് മറ്റു വേറെയും അല്ലേ സഹായങ്ങളല്ല അൽഹംദുലില്ലാഹ്. അതെ അൽഹംദുലില്ലാഹ്. നമ്മൾ ഈ വീഡിയോ ആക്കിയ സമയത്ത് നമ്മളെ ഈ പഞ്ചിക്കൾ അതുപോലെ തന്നെ പടിക്കൾ ഓരെല്ലാം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് എന്താക്കുന്നത് ഞങ്ങനെ സ്വന്തമാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മഹലിൻ്റെ വക ഞങ്ങാക്കി ഞങ്ങനെ കൊണ്ടുപോയിട്ട് അതൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ ഒരു മഹലിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവരെ കയ്യിൽ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അൽഹംദുലില്ലാഹ് പഞ്ചിക്കൾ മഹലിൽ നിന്നും അതുപോലെ പടിക്കളിൽ നിന്ന് മഹലിൽ നിന്നും മറ്റുള്ള ഉസ്താദുള്ള മഹലിൽ നിന്നെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ഓരോരുത്തരുടെ സംഭാവനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാം കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ദ്വാരക്ക.
رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد صلاة تنجينا بها من جميع الاحوال والبريات وتسلمنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك الى الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياة وبعد الممات റഹമുറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ്, നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് ഈ മഹല്ലമായ മജ്ലിസിന്റെയും ഈ പള്ളിയുടെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുസ്മരിച്ച മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മറ്റുള്ള എല്ലാ സ്വാലിഹീങ്ങൾ അഹ്ലു ബൈത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് നേരമായി ഈ പള്ളിയിൽ ഇത്തികാഫിന്റെ നിയത്തോടുകൂടി ഞങ്ങൾ ഇരിക്കുന്നു റഹ്മാനെ. ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്ത് ഞങ്ങളുടെ ഹസനാത്തുകൾ വണ്ണമായ രൂപത്തിൽ നീ ഉയർത്തിത്തരണേ റഹ്മാനെ. ഹസനാത്ത് കൂടുന്ന അമലാക്കണേ റഹ്മാൻ. സയ്യാത്തുകൾ മുഴുവൻ നീ മായ്ച്ചു തരണേ റഹ്മാൻ. മഹാന്മാരെ അനുസ്മരിക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും എന്നാണ് ഞങ്ങളെ മഹാന്മാർ പഠിപ്പിച്ചത്. അല്ലാഹുവേ, ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയാണ്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് കിട്ടുക എന്നുള്ളത്. അതിന് ഈ സദസ്സ് നീ സബബാക്കണേ അല്ലാ. മഹാന്റെ പൊരുത്തവും കാവലും നോട്ടവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇതിനു വേണ്ടി നേരത്തെ അറിയിച്ച പോലെ ഓതിയ ഖുർആൻ ഖത്തമുകൾ തീർത്തവർ, ദിക്റുകൾ ചൊല്ലിയവർ, ഖുർആനിന്റെ മറ്റുള്ള ഭാഗങ്ങൾ ഓതി അറിയിച്ചവർ, അതുപോലെ ഇതിന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അരിയും മറ്റുള്ള സാധനങ്ങൾ നൽകിയവർ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ, അത് കെട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ, ഇതിനു വേണ്ടി ഓടി നടന്നവർ, ഇതിന്റെ മഹലിന്റെ ഇവിടുത്തെ പള്ളിയുടെ ഖതീബ് ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, കമ്മിറ്റി പ്രസിഡന്റ്, മറ്റുള്ള ഭാരവാഹികൾ, മറ്റ് സുന്നി സംഘ കുടുംബം, ഇതിന്റെ കീഴിലുള്ള എല്ലാ ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, ഞങ്ങൾ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഇതിന്റെ ഒക്കെ മിസ്ലു സവാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അവിടുത്തെ സിയാറത്ത് പലവട്ടം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, മറ്റുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരായ ബദരീങ്ങൾ, ബദർ ശുഹദാക്കൾ, ജന്നത്തുൽ ബഖീൽ, ജന്നത്തുൽ മുഅല്ലയിലുള്ള ഒരുപാട് സ്വാലിഹീങ്ങൾ, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിലുള്ള, ബഗ്ദാദിലുള്ള അഖ്താബുകൾ, ഔലിയാക്കൾ, പടച്ചവൻ ഞങ്ങളുടെ നാട്ടിന് ചുറ്റുഭാഗത്ത് കിടക്കുന്ന സ്വാലിഹീങ്ങൾ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകളുടെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയവർ, സഹോദരിമാർ മരണപ്പെട്ടവർ, കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയവർ, നേരത്തെ 313 റുപ്യ ഒരു നേർച്ച കരുതി ഈ തൊട്ടടുത്തുള്ള പള്ളി കുഞ്ഞാക്ക അവരെ പേരിൽ കരുതിയിട്ട് നൽകിയിട്ടുണ്ട് റബ്ബേ. അവരെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരെ ഖബർ സ്വർഗത്തോപ്പാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുക റഹ്മാനെ. അവരെ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെ മിഥിൽ നീ എത്തിക്കണേ റഹ്മാനെ. സാധുക്കളാണ് റഹ്മാനെ, അറിവും അമലും ഒക്കെ കുറഞ്ഞവരാണ് അല്ലാ. ഞങ്ങളെ കൊണ്ട് ഒരു കുറച്ച് സാധാത്താവാൻ കഴിയില്ല റഹ്മാനെ. ഞങ്ങൾക്ക് മറ്റുള്ള ആലിമീങ്ങളെ പോലെ ആകാൻ കഴിയില്ല റഹ്മാനെ. മറ്റുള്ള സ്വാലിഹീങ്ങളെ പോലെ ആകാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റബ്ബേ. അവരെ സ്നേഹിച്ച ബർക്കത്ത് കൊണ്ടെങ്കിലും, അവരെ സദസ്സിൽ വന്ന് ഇരുന്ന ബർക്കത്ത് കൊണ്ടെങ്കിലും, അവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ ജീവിതം നീ നന്നാക്കണേ റബ്ബേ. ഈമാനുള്ള ജീവിതമാക്കണേ അല്ലാ. ഈമാൻ ഊരിപ്പോകുന്ന വാക്കോ പ്രവർത്തനങ്ങളോ ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കല്ല അല്ലാ. പടച്ചവനെ, അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന സമയങ്ങളിലുള്ള ചണ്ടിച്ചവറുകളായ ഞങ്ങൾ പടച്ചവനെ, ഞങ്ങൾ നീ സലാമത്താക്കണേ അല്ലാ. ഒരിക്കലും വഴിതെറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളാക്കല്ല റഹ്മാൻ. ഈമാൻ ഊരിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ല അല്ലാ. പടച്ചവനെ, ധാരാളം വിഷമങ്ങൾ, പ്രയാസങ്ങളുള്ളവർ ഞങ്ങളിലുണ്ട് റഹ്മാനെ. എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. നേറുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങളുള്ളവർ നീ മാറ്റിത്തരണേ റഹ്മാൻ. കടങ്ങളെ കൊണ്ട് വലയുന്നവർ, പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവരുടെ ഞങ്ങളെല്ലാ കടങ്ങളും നീ വീട്ടിത്തരണേ റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാ. വീടിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്തവരുണ്ട് റബ്ബേ, പകുതിയിലുണ്ട് റഹ്മാനെ. നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അടുത്തവനെ, ഈ നാട്ടിലുള്ള ഒരു സഹോദരി അവരെ മകൻ്റെ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് അറിയിച്ചു. പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, യാതൊരുവിധ പ്രയാസങ്ങളില്ലാതെ ആ വീടിൻ്റെ പണി നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അതിൽ കൂടാനുള്ള തൗഫീക്ക് മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് നീ നൽകണേ റഹ്മാനെ. അതുപോലെ ജോലിയില്ലാത്ത വിഷമിക്കുന്ന ധാരാളം ആളുകൾ, ജോലി നാട്ടിലില്ലാത്തത് കൊണ്ട് വിസിറ്റ് വിസയിലും മറ്റുമൊക്കെ ഗൾഫിലേക്ക് ജോലി തേടിപ്പോയവർ, അല്ലാഹുവേ
മനോഹരമായ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൈറായ ജോലി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. കച്ചവടവും ബിസിനസ്സും കൃഷിയും ചെയ്യുന്നവർ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, മഹീഷത്തിന് വേണ്ടി പല മാർഗങ്ങൾ തേടുന്നവർ എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യുക അല്ലാഹ്. ബർക്കത്തുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ നന്നാക്കണേ റഹ്മാനെ. മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്, ദാക്കിരീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക്, സമുദായത്തിന്, കുടുംബത്തിന് ഇസ്സത്തുള്ള ഉപകാരം കിട്ടുന്ന മക്കളായി അവരെ ഞങ്ങളൊക്കെ നീ പെടുത്തണേ റഹ്മാനെ. പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ജമാൽ സഖാഫി ഉസ്താദിൻ്റെ ഉമ്മൻ്റെ വിഷയം പറഞ്ഞ്, ബാപ്പൻ്റെ വിഷയം പറഞ്ഞ് നീ ആഫിയത്ത് ഏറ്റി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളെല്ലാ ഉമ്മ വാപ്പമാർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ മണിക്കൂർ കണക്കിനായി അവർ ചെറിയ മക്കളൊക്കെ പിടിച്ചിട്ട് ഈ സദസ്സിലേക്ക് വന്ന് ഇരിക്കുന്നവർ, അവരെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കണേ റഹ്മാൻ. ഖുറത്ത് തങ്ങളോടുള്ള ആ പിരിശവും അവരെയും ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ചു തരണേ റബ്ബെ. തങ്ങളെ ബർക്കത്ത് കൊണ്ട് അവരെയും ഞങ്ങളെ എല്ലാ ബേജാറുകൾ മാറ്റി ഹൈറായതൊക്കെ നീ ഏറ്റിത്തരണേ റഹ്മാനെ. അടുത്തവനെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന ആണ് പെണ്ണ്, പ്രത്യേകിച്ച് ഒരുപാട് ചെറുപ്പക്കാരായ ആളുകൾ വേണ്ടതുപോലെ വിവാഹം ശരിയാക്കാത്ത വിഷയം പറഞ്ഞ് തർക്കം പറഞ്ഞവർ, അവർക്കൊക്കെ നീ ലായിക്കായ പുതിയാപ്പിളമാർ, പുതിനാട്ടിമാരെ നൽകണേ അല്ലാഹ്. നിശ്ചയിച്ച വിവാഹങ്ങളെ യാതൊരുവിധ പ്രയാസമില്ലാതെ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി മക്കളില്ലാത്തവർ ഞങ്ങളിലുണ്ട് റബ്ബേ. സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. പ്രസവനെ എത്രയോ ചെറിയ ചെറിയ മക്കൾ പ്രസവിച്ച ഉടനെയും പിന്നീടുമൊക്കെ പല രോഗങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് ചികിത്സ ചെയ്യുന്നവരുണ്ട് റഹ്മാനെ. നീ ആഫിയത്ത് കൊടുക്ക റബ്ബേ, കാമിലായ ശിഫ കൊടുക്ക റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ആക്കിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഇപ്രാവശ്യം ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് വന്ന ധാരാളം ആളുകളൊക്കെ ഉണ്ട്, ഉംറക്ക് പോയവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും ഹജ്ജ് ഉംറ സിയാറത്ത് നീ ഖബൂലാക്കുക അല്ലാഹ്. അടുത്ത സമയത്ത് തന്നെ ഞങ്ങൾക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരെല്ലാം ഉണ്ട് റബ്ബേ. അതൊക്കെയും ജീവിതകാലത്ത് തന്നെ വീട്ടാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഒരാളെ ഹക്കും ഞങ്ങളിലോ ഞങ്ങളെ മക്കളെയോ കുടുംബത്തിൻ്റെ പള്ളയിലാക്കി കളയല്ല അല്ലാഹ്. ഒരാളെ ഹക്കും ബാക്കിയായി മരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കല്ല റഹ്മാൻ. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും നിന്റെ വജ്ഹ് കരുതി ഇഖ്ലാസോടുകൂടിയുള്ളതായ പ്രവർത്തനങ്ങളായി ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മഹല്ലിലും മഹല്ലിൻ്റെ അഹലുകാരിൽ നീ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പുതിയതായി ഞങ്ങൾക്ക് ഖാദിസ്ഥാനം ഏറ്റെടുത്ത് വരുന്ന ഷെയ്ഖുന ഉസ്താദ് അവറുകൾ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ മാണി ഉസ്താദ്, അതുപോലെ തന്നെ റയീസുൽ ഉലമ ഉസ്താദ് തുടങ്ങിയ സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ ഉലമാക്കൾക്കും പ്രവർത്തകർക്കും ഉമറാക്കൾക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാന്. ഞങ്ങൾ ചോദിച്ചത് ഈ സദസ്സിലിരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ഖൽബിലുള്ള ഉദ്ദേശങ്ങൾ, ബേജാറുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ മഹാനായ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ എല്ലാം നീ റാഹത്താക്കണേ റഹ്മാനെ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാഹ്. അവസാനം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ഹബീബായ തങ്ങളെ പൂവം കണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. പഠിച്ചവനെ കൽബിലുള്ള എല്ലാ മോശം ചിന്തകൾ, കിബുർ, ഉജുബ്, റിയാ, ഹസദ്, കുഫ്ർ, ബിദ്അത്ത് എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. പരസ്പരം സ്നേഹത്തിലും യോജിപ്പിലും ഐക്യത്തിലും ഒട്ടിപ്പിലും ഞങ്ങൾ ഈ മഹല്ലിനെയും ഞങ്ങളെല്ലാ മഹല്ലുകളെയും നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഉലമാക്കൾ സാദാത്യങ്ങളുടെ നസീഹത്ത് കേട്ട് അവർക്ക് അവരുടെ വാക്കിന് വില കൽപ്പിച്ച് മുന്നോട്ട് പോകാനും അതിൽ വിജയം കാണാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഇതുപോലെ ഞങ്ങളെ ഹബീബായ തങ്ങളെ കൂടെ, മഹാനായ സയ്യിദ് അവറുകളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ചെയ്യുക, ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്ന് ശത്രുക്കൾ പറയുമ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കെന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ സങ്കല്പിക്കുന്നത് പോയിട്ട്